ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. ഞാനേ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു മസ്റ്റർ ഫുജറയിൽ അപ്പം കുറേ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലെങ്തി വീഡിയോ ആവും. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ A-Z ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ഞങ്ങളൊക്കെ കൂടി ഒരു റിയൽ നെയിംസ് ഓഫ് മാംഗോസ് എന്നിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ലിസ്റ്റ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, ഞാനതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, A-Z എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ തന്നെ ഞങ്ങളുടെ അഡ്മിൻസ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ആളുകളുണ്ട്. ഇപ്പം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ, അൻസാർ, മൻസൂർ, സുമേഷ്, ലിതീഷ്, പിന്നെ നമ്മുടെ ഷിഫാസ് ഭായി, പിന്നെ റിയാസ് ബ്രോ, റഫീഖ്. ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ അതൊന്നും അറിയില്ല. അതിലാരെങ്കിലും ഉണ്ടോ? ആരും വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മളെ ഇത്ര ആളുകളും പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടപ്രയത്നമാണ് ഈ ഒരു ലിസ്റ്റ്. ഒരേ മാവ് തന്നെ പല പേരിലും ഞാനടക്കം പല ആളുകളൊക്കെ മേടിച്ചിട്ട് പറ്റിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് പറ്റാവുന്ന രീതിയിലൊക്കെ അത് വെരിഫൈ ചെയ്ത് കഴിവതും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലൊക്കെ ഉള്ള വർഷങ്ങളായിട്ട് അതിൻ്റെ പരിചയമുള്ള ആളുകളോടൊക്കെ നമ്മൾ റെഫറൻസൊക്കെ എടുത്തിട്ടാണ് ആ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വേൾഡ് മാംഗോ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർപ്പനൊക്കെ ഒരു പേജുണ്ട് ഫേസ്ബുക്കിൽ, പലർക്കും സുപരിചിതമാണ്. അതിലൂടെ കിട്ടിയുള്ള കോണ്ടാക്റ്റും പിന്നെ ആ ചാനലും ഒക്കെ നമ്മൾ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അർപ്പനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ചിലർക്കൊക്കെ ഇപ്പോഴും ഇത് നോക്കിക്കാൻ ചില ഡൗട്ട് ഉണ്ട്. അപ്പം ഞാനതിനെ 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ ഒരു 17ഓളം മാങ്ങകളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് 1 by 1 ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. എനിക്കിതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ലെങ്തി ആവും, ചിലപ്പോൾ ബോറടിക്കും. ഞാനൊരു റെഫറൻസിന് വേണ്ടി ഇത് ചെയ്തു വെക്കാമെന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ആ ലിസ്റ്റിൽ നമ്മൾ കൊടുത്ത് റിയൽ നെയിംസ് ഓഫ് മാംഗോസ് എന്നാണ്. ഓക്കെ, ഇത് നമ്മളൊരു കേരളത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് മലയാളികൾക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഒന്ന് കാറ്റിമോൺ എന്ന് പറഞ്ഞാൽ ചൊക്കനാൻ, അതാണ് അതിൻ്റെ തായ്ലൻഡിലെ നെയിം. അത് പലർക്കും അറിയാം. രണ്ടാമത് കൊടുത്തിട്ട് നമ്മൾ നാംഡോക്ക്മായി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പേര് നാംഡോക്ക്മായി ആഷ്ഫോർ എന്നാണ്. ഈ ആഷ്ഫോർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആദ്യമൊക്കെ കൊമേഴ്ഷ്യലും ചെയ്തിട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്തതിൻ്റെ വെറൈറ്റി. അത് ബാഗിങ് ഇടുമ്പോഴാണ് ആ കളറ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം തന്നെ പലരും പറയുന്ന അതിൻ്റെ എക്സാക്റ്റ് എനിക്കറിയില്ല, ഇതിൽ തന്നെ നാംഡോക്കിൽ നിന്ന് തന്നെ ഡിറൈവ് ആയിട്ടുള്ള നാംഡോക്ക് ഒരു പോളി എംബ്രിയോണിക് വെറൈറ്റിയാണ്. അത് മ്യൂട്ടേഷൻ വഴി ഉണ്ടായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമുക്ക് അറിയുന്നത് നാംഡോക്കുമായി ഗോൾഡും നാംഡോക്കുമായി ഗ്രീനുമാണ്. അതിൻ്റെ ആക്ച്വൽ നാംഡോക്കുമായി ഗ്രീനിൻ്റെ പേര് ആഷ്ഫോർ എന്നാണ്. അതിൻ്റെ ഗോൾഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നതിൻ്റെ പേര് സീതോങ് എന്നാണ്. ഇത് കൂടാതെ തന്നെ നാംഡോക്ക് പ്രപിതാങ്, നാംഡോക്ക് തീപ്പ്, പിന്നെ ഇപ്പം നിങ്ങളൊക്കെ ലേറ്റസ്റ്റ് കേട്ട് തുടങ്ങിയിട്ടില്ല നാംഡോക്ക് മുന്ന്, അങ്ങനെ പല വേരിയൻറ്റും നാംഡോക്കിനുണ്ട്. പിന്നെ നാംഡോക്ക് പർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതിൻ്റെ താഴോട്ട് വരും. അത് നാംഡോക്ക് ഫാമിലി എന്നുള്ളതല്ല. ഓക്കെ, അപ്പം നാംഡോക്ക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നാംഡോക്ക് ആഷ്ഫോർ, അതാണ് അതിൻ്റെ ആക്ച്വൽ നെയിം. അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഒരേ സാധനം തന്നെ വീണ്ടും പോയി മേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തെന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഒരുപാട് പേരറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് 10 പേര് ഉണ്ടാകുന്നതോ വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. പക്ഷെ അത് അറിഞ്ഞിരുന്നാൽ ഒരേ സാധനം തന്നെ വ്യത്യസ്ത പേരുകളിൽ മേടിച്ച് വെക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നാംഡോക്കുമായി ഗോൾഡ്, അതിനാണ് നാംഡോക്കുമായി സീതോങ് എന്ന് പറയുന്നത്. സീതോങ്ങിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഒന്ന് വളരെ ചെറുതാകുമ്പോൾ തന്നെ മഞ്ഞ കളർ ഉണ്ടാവുന്നതും, പിന്നെ ഒന്ന് മച്യൂർ സ്റ്റേറ്റിലെത്തുന്ന സമയത്ത് ഇതൊന്നും ഇടാതെ, ബാഗിങ് ഒന്നും ഇടാതെ തന്നെ ആ ഗോൾഡൻ കളർ കിട്ടുന്നതും. അങ്ങനെ 2 വെറൈറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും. പറ്റുന്നുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാൻ നോക്കും. വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ഇതൊന്നുമില്ല. പിന്നെ നമ്മുടെ അതിൽ നാംഡോക്കുമായി പർപ്പിൾ അല്ലെങ്കിൽ നാംഡോക്കുമായി സിംവാങ് എന്നൊക്കെ പറയുന്നത് വെക്കുന്നത്, അത് ആക്ച്വലി ജിൻസിങ് എന്നിട്ടുള്ളൊരു മാങ്ങാണ്. ജിൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തായ്വാൻ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. ജിൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രീഡറെ പേരാണ്. അത് സെൻസേഷനും പിന്നെ വേറെ ഏതായിരുന്നു
ഞാൻ അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതൊരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. അതിനെക്കുറിച്ച് ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ അർപ്പനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നമ്മുടെ നാട്ടിൽ ഭയങ്കര തള്ളി മറിക്കുന്നൊരു മാങ്ങയാണ്. കാണാൻ അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ TSS വളരെ കുറവാണിത്. നിങ്ങൾക്ക് അതിൻ്റെ TSS ചെക്ക് ചെയ്യുന്ന വീഡിയോസ് പലരും നിങ്ങൾക്ക് കാണാം. 16, 17, മാക്സിമം 18 TSS അതിന് വരുന്നത്. ആ മാങ്ങ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു കളക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ മേടിച്ച് വയ്ക്കാം. അതല്ലാതെ അത്രയ്ക്ക് ഭയങ്കര നാംഡോക്കിൻ്റെ അത്ര മധുരമൊന്നുമില്ല. നാംഡോക്കിന് പല പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഫ്ലേവർ ഇല്ല നാംഡോക്കിന്. വളരെ ഒരു ലൈറ്റ് ഒരു ഫ്ലേവറുള്ളൂ നമ്മുടെ മറ്റ് മാങ്ങകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നാംഡോക്ക് മാങ്ങ കായ്ക്കുന്ന എവിടെ കൊണ്ടുവച്ച് തന്നെ നാംഡോക്ക് കായ്ക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. നല്ല രീതിയിൽ കായ്ക്കും. ഒരു വീടിൻ്റെ മുന്നിൽ ഒരു ഭംഗിക്കൊക്കെ അത് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു മാങ്ങയാണ് ഇത്. നല്ല മാവും നല്ല മാങ്ങയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത ഒരുപാട് നല്ല ഇന്ത്യൻ വെറൈറ്റികളുണ്ട്. മാങ്ങ നന്നായിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ കായ്ച്ച് കിട്ടണ്ടേ. അപ്പം നാംഡോക്ക് പർപ്പിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെ ജിൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ഇപ്പോൾ കായ പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. വലിയൊരു മധുരമോ അല്ലെങ്കിൽ ഫ്ലേവറൊന്നും പ്രതീക്ഷിക്കരുത്. അതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പുറം ഭാഗം സ്കിന്നോട് അടുപ്പിച്ച് എപ്പോഴും ഒരു ടെമ്പറായിട്ട് നിൽക്കും. പക്ഷേ ഉള്ളിൽ ജെല്ലി ഫാക്ടർ ഫോം ചെയ്യുന്ന ഒരു ഇഷ്യൂ അതിന് കണ്ടിട്ടുണ്ട്. ചില മാങ്ങകൾക്കൊക്കെ ഉണ്ട് അത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒന്ന് കഴിച്ച് വെക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. ഇതൊന്നും പലരും പറയുന്നത് കേട്ടിട്ടില്ല. നമുക്കിതൊരു കച്ചവടമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ തുറന്ന് പറയുന്നു. ഓക്കെ, അറിഞ്ഞുകൊണ്ട് മേടിക്കാം. ഓക്കെ, ഞാനടക്കം വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച് നിന്നിട്ട് മറ്റുള്ളതിൻ്റെ മുകളിൽ ഞാൻ മൾട്ടിഗ്രാഫി ചെയ്തിട്ടുള്ളത്. അടുത്തത് RT2 ജംബോ റെഡ്. ഒരു അണ്ടർ റേറ്റഡ് വെറൈറ്റിയാണ്. നല്ല മാങ്ങയാണ്, നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. നാട്ടിലൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. വലിയ മാങ്ങകൾ മധുരം കുറവാണ്, പോരാന്നൊക്കെയാണ് പലരും പറയാറ്. RT2 ഞാൻ ഒന്നിൽ കൂടുതൽ തവണ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടുന്നും കഴിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ കഴിച്ചത് തായ്ലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്നതാണ്. ഇതിനെക്കാട്ടി ഒന്നും കൂടി മധുരം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് RT2. അതിൻ്റെ മറ്റൊരു പേരാണ് ജംബോ റെഡ്. RT2 മറ്റേ ഓസ്ട്രേലിയ ബൊവൻസ് റിസർച്ച് സെൻറ്റർ അവർ സീഡ്ലിംഗ് പ്രോഗ്രാമിലൂടെ കണ്ടെത്തിയതാണത്. എനിക്ക് തോന്നുന്നുണ്ട് എൽഡൻ്റെ സീഡ്ലിംഗ് ആണ് തോന്നുന്നത്. R2E2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസ്റ്റേൺ ക്ലസ്റ്ററിൽ രണ്ടാമത്തെ റോയിൽ കിട്ടിയതുകൊണ്ടാണ് അതിന് RT2 എന്നുള്ള പേരിട്ടിട്ടുള്ളത്. ഒരു 40-45 വർഷമായിട്ടുള്ളൂ ആ മാവ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റത്തെ പേരൻറ് മാവ് ഇപ്പോഴും ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെൻറ്റർ അവിടെ അവൈലബിൾ ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കമൻറ്റ് ഞാൻ വേൾഡ് മാങ്കോ ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനോടൊരു ഭ്രാന്ത് ഉണ്ടായിട്ട് പിന്നാലെ പോകുമ്പം അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് RT2. പിന്നെ നമ്മുടെ വിവാദ നായകൻ ബനാന മഹാചനക്ക്. ബനാന റെഡ്, ബനാന ഗ്രീന്, ബനാന യെല്ലോ, ഏതൊക്കെ പേരിലാണ് ഇത് നാട്ടിൽ വിൽക്കുന്നത്. ഇന്നും ഇത് വ്യത്യസ്ത പേരിൽ വിൽക്കുന്ന നഴ്സറിക്കാരുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ കാരണം. മഹാചനക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. തായ്ലൻഡിലെ ചിയാങ്മായിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടുള്ളത്. സൺസെറ്റ് മാംഗോ അതുപോലെ നാൻക്ലാം മാംഗോ, ഈ രണ്ട് വെറൈറ്റികൾ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടാക്കിയുള്ള ഒരു വെറൈറ്റിയാണ്. തായ്ലൻഡ് മാങ്ങകളുടെ കൂട്ടത്തിൽ ഒരു അണ്ടർ റേറ്റഡ് വെറൈറ്റി എന്ന് പറയാം. കാണാൻ അടിപൊളി, കഴിക്കാൻ ഒരു 19-20 അടുത്ത് TSS ഉണ്ട്, അത്യാവശ്യം ഫ്ലേവർ ഉണ്ട്. ഇനിയിപ്പം അതിന് ബാഗിങ് ഒന്നും ഇട്ടില്ലേ തന്നെ വലിയ രീതിയിലുള്ള പുഴുക്കേടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ മുകളിൽ മുരുമുരുപ്പോ ഒന്നുമില്ല. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല റെഡ് കളറ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം യെല്ലോയും ഇതൊക്കെ ആവും. ഒരേ മാങ്ങ തന്നെയാണ് പല കളറിലും കിട്ടുന്നത്, അല്ലാതെ ഇതിന് വ്യത്യസ്ത വെറൈറ്റികളൊന്നുമില്ല. അപ്പം ഈ എന്താണ് പറയുക, മഹാചനക്ക് മേടിച്ച് വെച്ച അല്ല ബനാന മേടിച്ച് വെച്ച ആൾക്കാർ യെല്ലോയോ ഗ്രീനോ എന്നുള്ള ഏതെങ്കിലും പേരിൽ വെച്ചിട്ടുള്ള ആൾക്കാർ അടുത്തതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. അങ്ങനെ ഇല്ല, അത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഒറ്റ വെറൈറ്റി ഉള്ളൂ. സത്യത്തിൽ ബനാന മാംഗോ എന്നുള്ളൊരു പേര് തന്നെ റോങ് ആണ്. ആക്ച്വലി അത് ബംഗ്ലാദേശിലുള്ള ആളുകളിട്ടാണ്. അതിൻ്റെ പേര് മഹാചനക്ക് എന്നാണ്. അതിൻ്റെ ബംഗ്ലാദേശിലെത്തിയപ്പം അതിൻ്റെ ഷേപ്പ് കൊണ്ട് അവരതിനിട്ട പേരാണ് ബനാന മാംഗോ. ബനാന ഷേപ്പിലുള്ള ഒരുപാട് മാങ്ങകളുണ്ട് കേട്ടോ. ബനാനയുടെ ഷേപ്പിലുള്ള മങ്കുൻചി, ക്യൂലാം റോങ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ലേറ്റസ്റ്റ് ഇപ്പം CH പുറത്തിറക്കിയൊരു മാങ്ങയുണ്ട് M2. അത് ഏതൊക്കെയായിരുന്നു, ഒന്ന് ദശരിയും മറ്റൊന്ന്
അതിൻ്റെ കറക്റ്റ് ഞാൻ മറന്നുപോയി. അതും ഏകദേശം ഈ ഒരു ഷേപ്പാണ്. നിങ്ങൾ നോക്കിയാൽ മതി M2 ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അതിൻ്റെ പ്ലാൻസ് ഒന്നും വന്നു തുടങ്ങി ബനാനയുടെ ഷേപ്പ്. അപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത് ആ മാങ്ങയുടെ ഷേപ്പ് ഉണ്ടല്ലോ ബനാന, അതുകൊണ്ട് അവരിട്ട പേരാണ് ബനാന മാംഗോ എന്നുള്ളത്. ആക്ച്വലി ഈ ബനാന മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇതിൻ്റെ പിക്ചേഴ്സിലൊക്കെ ടാഗിലൊക്കെ ഇടുന്നൊരു മാങ്ങയുണ്ട്. അത് ഇന്തോനേഷ്യയിൽ സുമാത്രയിൽ ബംബുസാറ്റു നഴ്സറി എന്നിട്ട് നഴ്സറി ഉണ്ട്. അതിൻ്റെ ഓണറുടെ പേരാണ് ജൂലിയസ് ജിങ്ക. 46 വർഷമായിട്ട് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഞാൻ പലപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്, എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടായി ചോദിക്കാറുണ്ട്. ആളെടുത്ത് ഒരു 15 വർഷമായിട്ടുള്ള മഹാച്ചനക്കിൻ്റെ സീഡ്ലിംഗ് ആണ്, പോളി എംബ്രിയോണിക് അല്ല, മോണോ എംബ്രിയോണിക് ആണ് ബനാന അല്ലെങ്കിൽ മഹാച്ചനക്ക്. അതിൻ്റെ ഒരു സീഡ്ലിംഗ് ഉണ്ട്, അതാണ് ഏകദേശം 1 കിലോൻ്റെ അടുത്തൊക്കെ സൈസ് വരുന്നുണ്ട്. അതിന് ആളിട്ട പേര് ബനാന മാംഗോ. മഹാച്ചനക്ക് ആളെടുത്ത് വേറെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടാണ് പലരും നമ്മുടെ നാട്ടിൽ ഈ ബനാന യെല്ലോ, ഗ്രീൻ, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറ്റിക്കപ്പെടാതിരിക്കുക. വീഡിയോ ലേശം ലെങ്തി ആകുന്നുണ്ട് എന്ന് അപ്പം ക്ഷമിക്കുക. പിന്നുള്ളത് ബ്രൂണൈ കിങ്ങിൻ്റെ മറ്റൊരു പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊക്പൈബൂൺ, മഹാത്തിർ മാംഗോ എന്നൊക്കെയാണ് അതിനുള്ള പേര്. മഹാത്തിർ മാംഗോ എന്ന് പറയാനുള്ള കാരണം അത് മലേഷ്യയിൽ നിന്ന് വന്ന സാധനം. അത്തായി റഹ്മാൻ തന്നെ ഒരാളാണ് അത് മലേഷ്യയിലേക്കാണോ അതോ ബ്രൂണയിലേക്കാണോ എത്തിച്ചതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സൈസും ഉണ്ട്. ഈ മഹാത്തിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യയിലൊക്കെ രാജാക്കന്മാർക്ക് പറയുന്ന കിങ് എന്നുള്ള ആ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ആ സൈസ് കൊണ്ടാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഏകദേശം 2-2.5 കിലോൻ്റെ അടുത്തൊക്കെ ആ മാങ്ങ വരാറുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. കാഴ്ച മാങ്ങ നമ്മുടെ സുഹൃത്ത് റെയ്സും അഖിൽ ഭായും ഒക്കെ അവരെ ട്രോപ്പിക്കൽ ഇൻഫോ എന്ന് പറഞ്ഞ ചാനലിൽ അവർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് ഫ്ലേവറും അത്യാവശ്യം കഴിക്കാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. NRലൊക്കെ നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ ഓരോ മാങ്ങയെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അടുത്തതാണ് ഏറ്റവും വിവാദ നായകൻ, കിങ് ഓഫ് ചക്കാബത്ത്. ഏറ്റവും കൂടുതൽ പേരുള്ള മാങ്ങ പറയാം. അത് ആക്ച്വലി അതും ഒരു ഹൈബ്രിഡ് മാങ്ങയാണ്. നമ്മുടെ സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ജിങ്ഹുവാങ്, അതിനെ ഇർവിൻ, മിയാസാക്കി, ഐവൻ എന്നൊക്കെ പേരിൽ വിളിക്കുന്ന, ചുരുക്കം മിയാസാക്കി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. സൂപ്പർ ക്യൂവിനെ മിയാസാക്കി ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടാക്കിയൊരു വെറൈറ്റിയാണത്. ഞാൻ തന്നെ ഇത് 3 പേരിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. 4ാമത്തെ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിതിനെ തായ്വാൻ റെഡ്, കിങ് ഓഫ് ചക്കാബത്ത്, BN7 ഈ 3 പേരിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ UN6 എന്നുള്ള പേരിൽ സാധനം കിട്ടാത്തതുകൊണ്ടും പിന്നെ പ്രൈസ് വെക്കാത്തതുകൊണ്ടും ഞാൻ അതിൽ പെട്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ വ്യത്യസ്ത പേരുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UN6, BN7, UN, കിങ് ഓഫ് ചക്കാബത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാഷണൽ റോസ് ഗാർഡനിൽ ഇതുള്ളത് പല പേരിലുണ്ട്. പർപ്പിൾ മാംഗോ എന്നുള്ള പേരിലുണ്ട്, മഹാമംഗൂൾ എന്നുള്ള പേര് അവിടെ ഉണ്ട്, ബ്യൂട്ടി പ്രിൻസ് എന്നുള്ള പേരിലുണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. പിന്നെ റെഡ് എംബർ, ഡാൻ ചക്രബാദ്, അങ്ങനെ പല പേരുണ്ട് സാധനം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന പേരാണ് BN7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിലൊരു നഴ്സറി ഉണ്ട്. അതിൻ്റെ പേരാണ് ബൊറിസാൽ നഴ്സറി. തട്ടിപ്പിൻ്റെ വലിയ ആശാന്മാരാണ്, അവിടുത്തെ ഭയങ്കര റെപ്യൂട്ടഡ് നഴ്സറിയൊക്കെ എന്നതുകൊണ്ട് അവരാണ് ഇതിനെ മറ്റേ ബൊറിസാൽ നഴ്സറി എന്നുള്ള BN7 എന്നുള്ള പേരിൽ നാംഡോക്കുമായി സിമോ എന്നൊക്കെ പറഞ്ഞിട്ടും മറ്റേ മാങ്ങ കൊണ്ടുവന്ന സാധനമാണിത്. നാംഡോക്കുമായി സിമോ അവരുടെ സൃഷ്ടിയാണ്, ബൊറിസാൽ നഴ്സറിൻ്റെ സൃഷ്ടിയാണ്. അവർ തന്നെ കൊണ്ടുവന്നാണ് കിങ് ഓഫ് ചക്കപ്പത്തിന് വേറെ പേരിട്ട് BN7. അപ്പം ഇതിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ച് വെക്കുക. ഒരു മാങ്ങക്ക് ഒരുപാട് പേരുണ്ടാകണമെന്ന് ബുദ്ധിമുട്ടില്ല. നാട്ടിൽ ബ്യൂട്ടി പ്രിൻസോ അല്ലെങ്കിൽ പർപ്പിൾ മാംഗോയോ അല്ലെങ്കിൽ കിങ് ഓഫ് ചക്കപ്പത്തോ മേടിച്ച ആൾ ഇനി തായ്വാൻ റെഡ് BN7 കേട്ടിട്ടുണ്ട്, പാഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി ചാടണ്ട. പിന്നെ മാങ്ങയുടെ ക്വാളിറ്റി നല്ല മാങ്ങയാണ്. ചെറുതായിട്ടൊരു പുഴുക്കേടുണ്ട്, പുഴുക്കേടുന്ന കായ്ച്ചയുടെ ആക്രമണം കേട്ടോ. അത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു മാങ്ങയാണ്. ഓക്കെ, വീടിൻ്റെ മുന്നിൽ കായ്ച്ച് നിൽക്കുന്നത് തന്നെ നല്ല ഭംഗിയാണ്. പലരും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ UAE-ലൊക്കെ ആ മാങ്ങ അവൈലബിൾ ആണ്. ഇവിടെ പല സ്ഥലത്തും അത് പിങ്ക് എലഫൻറ്റ് മാംഗോ എന്നുള്ള പേരിലാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ പലർക്കും മേടിച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, നല്ല കളർഫുള്ളായിട്ട് നല്ല മാങ്ങ. അടുത്തത് റെഡ് ഡ്രാഗൺ. ഇതും നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാങ്ങയാണ്. നമ്മളെപ്പോഴും ഹോങ്സിയാങ് റെഡ് ഡ്രാഗൺ എന്നാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. NRൽ ഉള്ള പ്ലാന്റാണ്. അവിടെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു 10-15 വർഷം മുന്നൊക്കെ അവർ പ്ലാന്റ് കളക്ട് ചെയ്ത സമയത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല. അന്ന് അവർ അവിടുത്തെ പല ട്രാൻസ്ലേറ്റേഴ്സിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്
ഇതൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അവരെടുത്ത് വന്ന മിസ്റ്റേക്കോ എന്തെങ്കിലും ആകാം. അതിൻ്റെ പേര് ഹോങ്സിയാങ് ആയിട്ടുള്ളത്. ആക്ച്വലി അതിൻ്റെ പേര് ഹോങ് ലോങ് എന്നാണ്. ഓക്കെ, ഹോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നുണ്ട് ചൈനീസ് ഭാഷ, മാൻഡറിൻ ഭാഷയിൽ ഇതിന് റെഡിന് പറയുന്ന പേരാണ് ഹോങ്. അതിനോട് റെഡ് ഐവറിക്ക് റെഡ് ഡ്രാഗണൊക്കെ മുന്നിൽ ഹോങ് എന്നുള്ളത്. തായ് ഭാഷയിൽ ഡാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഡാണ്. ഓക്കെ, അപ്പം ഈ ഹോങ് ലോങ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ വെർബൽ ട്രാൻസ്ലേഷനാണ് റെഡ് ഡ്രാഗൺ. ഓക്കെ, റെഡ് ഐവറിയുടെ പേരാണ് ഹോങ് സിയാങ് യാ. അതിവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് മാങ്ങ റെഡ് ഡ്രാഗൺ നല്ല കൊല കുത്തി കായ്ക്കും. വർഷത്തിൽ തന്നെ ഇത് ചിലപ്പം ഒന്നിൽ കൂടുതൽ തവണ കായ്ക്കുന്നു ചിലർ പറയുന്നുണ്ട്. ചിലത് എക്സ്റ്റെൻഡഡ് സീസണാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും നല്ല കാപിടുത്തുള്ള കാണാൻ ഭംഗിയുള്ള നല്ലൊരു മാങ്ങയാണ്. പക്ഷേ TSS ലേശം കുറവാണ്. അതും ഇതൊരു 15ൻ്റെ അടുത്തൊക്കെ TSS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള മാങ്ങയൊന്നുമല്ല. ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വയ്ക്കാം. എനിക്ക് ഓരോ മാങ്ങയെക്കുറിച്ചും എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഞാൻ വെരിഫൈ ചെയ്ത കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങളൊരു കൂട്ടം സുഹൃത്തുക്കളുടെ എഫേർട്ടാണിത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാനിത് പറയുന്നുണ്ട്. ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്. പലർക്ക് ആ സമയത്ത് റെഫറൻസ് ആവുന്നുള്ള രീതിയിലാണ് ഞാൻ. പിന്നെ ഇതിൽ ചില 1-2 കൺഫ്യൂഷൻസ് ഉണ്ട്, ചിലർക്ക് മനസ്സിലാകാത്ത. അതിലേക്ക് ഞാൻ വരുന്നത്. ഇതുവരെ പറഞ്ഞതിലൊന്നും കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. പിന്നെ അടുത്തതാണ് റെഡ് ഐവറി. റെഡ് ഐവറി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു പേരാണ് ഹോങ് സിയാങ് യാ. ഈ റെഡ് ഐവറി നമ്മുടെ നാട്ടിൽ പല പേരിൽ വിൽക്കുന്നുണ്ട്. റെഡ് ഐവറിയെ നമ്മുടെ നാട്ടിൽ ചാങ്ഡിയാങ്, പിന്നെ വേറെ ഇതുണ്ട് ചിയാങ് മായി, ഇങ്ങനത്തെ പല പേരിലും സാധനങ്ങൾ വിൽക്കുന്നത്. ചില്ലി മാംഗോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇതിനെ വന്നിട്ടുണ്ടാവും. അത് വളരെ ചെറിയൊരു മാങ്ങ ഇങ്ങനെ വളച്ചെടുക്കുന്ന ചൈനീസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, അത് ലാജിയാവ് മാംഗോ എന്നാണ് അതിൻ്റെ പേര് തന്നെ. ലാജിയാവ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഇതിൻ്റെ ഇത് ഹാൻഡിക്യാപ്പ് സംതിങ് കുറവുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ റെഡ് ഐവറി മാങ്ങയിലെ ശരിക്ക് എല്ലാ മാങ്ങയുടെ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ ചില വൈകല്യമുള്ള, അത്തരം മാങ്ങകൾ തിരഞ്ഞെടുത്ത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ സാധനം വേറെ എവിടെയും കാഴ്ചൻ്റെ വീഡിയോസ് നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടുണ്ടാവില്ല. ചില്ലി മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള പല മാവും മേടിച്ച് വെച്ചിട്ട് കൊൽക്കത്തയിൽ പലർക്കും കായ്ച്ചിട്ടുള്ളത്, പലർക്കും എന്നല്ല കായ്ച്ച എല്ലാവർക്കും കായ്ച്ചിട്ടുള്ളത് റെഡ് ഐവറിയാണ്. പല ബംഗാളി യൂട്യൂബേഴ്സും അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു സുഹൃത്തൊക്കെ ഉണ്ട്, സുദീപ് ഘോഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ്. അവനക്ക് റോങ്ദാനു ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അവരൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനന്യ നേഴ്സറിയിലെ വരുൺ, ഇവരൊക്കെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലെ പല ആളുകളും കണ്ടിട്ടില്ല. ഇന്നും ചില്ലി മാംഗോ എന്നുള്ള പേരിൽ അതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം ആരും മേടിച്ച് പെടാതിരിക്കുക. റെഡ് ഐവറി തന്നെ ഒന്ന് ലീഫൊന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. ചില്ലി മാംഗോ എന്നിട്ടൊരു മാങ്ങ ഇല്ല, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയും കായ്ച്ചത് നമ്മുടെ നാട്ടിൽ കായ്ച്ചേൻ്റെ, എനിക്ക് ആ യൂട്യൂബിലെ ഷോർട്സ് വേണ്ട, ഞാനത് ഒരുപാട് കണ്ടതാണ്. ആ വീഡിയോ വന്നിട്ട് നമ്മൾ തിരുത്തുട്ടോ. നമ്മൾക്ക് തെറ്റുണ്ട്, ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന അൾട്ടിമേറ്റ് ശരിയാന്നുള്ള ഒരു വാദവും നമുക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് അത്. അപ്പോൾ റെഡ് ഐവറിയുടെ മറ്റ് പേരൊക്കെ ചില്ലി മാംഗോ, ഹോങ് സിയാങ് യാ, ചാങ്ഡിയാങ്, പിന്നെ ചിയാങ് മായി, അതൊക്കെ. പിന്നെ ഇതിന് നമ്മളെ പല സ്ഥലത്തും ബനാന മാംഗോക്ക് ചാങ്ഡിയ എന്നുള്ള പേര് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബനാനയുടെ പേര് ചാങ്ഡിയാങ് അല്ല മഹാച്ചനക്കിന് അങ്ങനെ ഒരു പേരില്ല. ചാങ്ഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാങ്ഡിയ എന്ന് പറഞ്ഞതിൻ്റെ വെർബൽ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി എലഫൻറ്റിൻ്റെ ടസ്ക്, കൊമ്പ് അല്ലെങ്കിൽ പല്ല്, ആനയുടെ പല്ലാണല്ലോ കൊമ്പ്, ആ ഒരു ഷേപ്പ് കൊണ്ട്, റെഡ് ഐവറിയുടെ ആ ഒരു ഷേപ്പ് കൊണ്ട് അങ്ങനെ വന്ന പേരാണ് ചാങ്ഡിയാങ് എന്നുള്ളത്. ഓക്കെ, അപ്പം അതൊരിക്കലും മഹാച്ചനക്കല്ല, ബനാന മാങ്ങയല്ല. അടുത്തത് ജയൻ്റ് ഐവറി, ഗ്രീൻ ഐവറി, ആരോമ, അങ്ങനെ ഒരുപാട് പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങയുണ്ട്. അതിൻ്റെ ആക്ച്വൽ പേരാണ് ക്യൂസാം റോസ്. ഓക്കെ, ക്യൂസാം റോസ്. പിന്നെ അതിന് കിം ഹോങ് മാംഗോ എന്നൊരു പേരുണ്ട്. പിന്നെ അതേ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ഇന്തോനേഷ്യയിൽ കിയോ സാംറോഡ് എന്നുള്ള പേരുള്ളത്. നമ്മുടെ നാട്ടിൽ ക്യൂസാം റോഡ് എന്നൊരു മാങ്ങയുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. കിയോ സാംറോഡ് എന്ന് അതിനെ ഇന്തോനേഷ്യയിൽ വിളിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മാങ്ങയുടെ പിക്ചേഴ്സും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ റെഫറൻസ് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്നൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് മാംഗോ ബുക്ക് 2.0 എന്നിട്ട് ഇപ്പോൾ ഒരു ചാനലുണ്ട്, അതിൽ നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക്
യൂട്യൂബ് ചെയ്താലൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാകാം. ഓക്കെ, അപ്പം 3 ടേസ്റ്റ് മാംഗോ, 3 ടേസ്റ്റ്, ജയൻ്റ് ഐവറി, ഗ്രീൻ ഐവറി, പിന്നെന്തൊക്കെയാണ് അതിൻ്റെ പേര്, ആരോമ, ക്യൂസാംറോസ്, അങ്ങനെ പല പേരുമുണ്ട്. ഞാനതിൻ്റെ തന്നെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ്. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും, പച്ചയ്ക്ക് തന്നെ മധുരമുള്ളൊരു മാങ്ങയാണ്. വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത ടേസ്റ്റിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ ക്യൂസാംറോസ്, അതിൻ്റെ വെർബൽ മീനിങ് ആണ് ഇംഗ്ലീഷിൽ 3 ടേസ്റ്റ് എന്നുള്ള പേര്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 3 ടേസ്റ്റ് അല്ലെങ്കിൽ ജയൻ്റ് ഐവറി എന്നൊക്കെ പറഞ്ഞ സാധനം. NRൽ തന്നെ ഇത് 3 പേരിൽ സാധനമുണ്ട്. ജയൻ്റ് ഐവറി, ഗ്രീൻ ഐവറി, ആരോമ എന്നൊക്കെ ഇതുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ മേടിച്ച് വെച്ചാൽ മതി. പിന്നെ അടുത്തത് ക്യൂസാംറോഡ്. ഇതാണ് നമ്മുടെ ഇതിലെ ലേശം കൺഫ്യൂഷനുള്ള സാധനം. ക്യൂസാംറോഡ് ഞാൻ പറഞ്ഞു ക്യൂസാംറോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ക്യൂസാംറോഡ് എന്ന് വെച്ചാൽ നാംഡോ കി മുൻ എന്നുള്ള, അല്ലെങ്കിൽ കൗനിയോം എന്നുള്ള പേരാണ്. കൗനിയോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാംഡോ കി മുന്നിൻ്റെ വേറൊരു പേര് തന്നെയാണ്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിൽ, ഇത് കേരളത്തിൽ ഇത് മാത്രമേ മനസ്സിലായി. ഇതാണ് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ക്യൂസാംറോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാംഡോ കി മുന്നിൻ്റെ വേറൊരു പേരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പലർക്കും ക്യൂസാംറോഡ് എന്നുള്ള പേരിൽ കായ്ച്ചിട്ടുള്ളത് നാംഡോക്കുമായി മുന്നാണ്. ചിലരുടെ അടുത്തൊക്കെ ക്യൂസാംറോഡ് എന്നുള്ള പേരിൽ ക്യൂസാംറോസും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു മെജോറിറ്റി ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളത് നാംഡോക്ക് മുന്നാണ്, ക്യൂസാംറോഡ് എന്നുള്ള പേരിൽ. അപ്പം എൻ്റെ അടുത്തും ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട്. ചിലപ്പോൾ ഈ തവണ കായ്ക്കില്ലെങ്കിൽ അടുത്ത തവണ എന്താണെങ്കിലും കായ്ക്കും. അപ്പോൾ ഇതുവരെ കായ്ച്ചതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന് അങ്ങനെ ഒരു അത് മാത്രമാണ് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളത്. നാംഡോക്കുമായി മുന്നിൻ്റെ വേറൊരു പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗനിയോമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ നാംഡോക്കുമായി മുന്നേ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വെറൈറ്റിനെ കുറിച്ച് തന്നെ പലരും കേട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളതിൻ്റെ ആ ഒരു അവകാശവാദമൊന്നുമില്ല കേട്ടോ, അത് ആരെങ്കിലും കൂടി വയ്ക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ പറ്റിക്കപ്പെടുന്നതേ ഉള്ളൂ. നമ്മൾ ഗോലക് എന്ന് പറഞ്ഞാൽ പല ആളുകളും നമ്മുടെ നാട്ടിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇതുവരെ ഗോലക് മാംഗോ എന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്തിട്ടുള്ള മാങ്ങയൊക്കെ നാംഡോക്കുമായി മുന്നാണ്. നല്ലൊരു മാങ്ങയാണ്, പച്ചങ്ങ് കഴിക്കാൻ പറ്റിയ ഒരു 1.5 കിലോൻ്റെ മുകളിലൊക്കെ സൈസ് കിട്ടുന്ന നല്ലൊരു മാങ്ങയാണ് നാംഡോക്ക് മുന്ന്. അതുകൊണ്ടാണ് അത് ഗോലക് എന്നുള്ള പേരിൽ ക്ലിക്കായിട്ടുള്ളത്. ഗോലക് മാംഗോ എന്ന് പറഞ്ഞിട്ട് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു മാങ്ങയാണ്. അതും പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. ഇന്തോനേഷ്യക്കാരനാണ്. പക്ഷേ അവിടെ പോലും വലിയ രീതിയിൽ പഴുത്തതായിട്ട് അവർ റെക്കമെൻഡൊന്നും ചെയ്യാത്ത സാധനമാണ്. അവർ റൂജാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സലാഡിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പച്ചക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതോ അതിൻ്റെ വേരിയൻറ്റോ വേറെ നമ്മുടെ കൊല്ലം, ആലപ്പുഴ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പ്രചരിക്കുന്നുണ്ട്. അത് സിംഗപ്പൂർ വരിക്കുക, പിന്നെ വെള്ളരി മാങ്ങ, അങ്ങനെ പല പേരിൽ ഈ സാധനം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഞാനതിൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ലീഫും ഇതൊക്കെ വെച്ച് വെരിഫൈ ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഗോലക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഗോലക്ക് എന്ന് പറഞ്ഞ് പലർക്കും കിട്ടിയിട്ടുള്ള ഒരു വലിയ പ്ലാന്റ്സൊക്കെ നാംഡോക്കുമായി മുന്നാവും. ക്യൂസാംറോഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള പ്ലാന്റിൽ ഒരു 90% നാംഡോക്ക് മുന്നാവും. ഒരു 10% ആൾക്കാരുടെ അടുത്ത് ക്യൂസാംറോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലൊരു കൺഫ്യൂഷൻ. വീഡിയോ കുറച്ച് കൂടുതൽ ആയി പോകുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ സൂപ്പർ ക്യൂൻ, ഗോൾഡൻ ക്യൂൻ, ക്യൂജായ്, ജിങ്ഹുവാങ്, ജയൻ കാറ്റിമോൺ, കാറ്റ്സൈഗൺ, പിന്നെ തായ്വാൻ ഗ്രീൻ, അങ്ങനെ പല പേരും ഇതിലുണ്ട്. ഇത് പല കാരണം നമ്മുടെ നാട്ടിൽ ഇത് സാധനം അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ക്യൂൻ, അതല്ലെങ്കിൽ സ്വീറ്റ് പ്രിൻസ് എന്നുള്ള പേരിലാണ്. ചില സ്ഥലത്ത് യുവൻ ഗ്രീൻ എന്നുള്ള പറഞ്ഞിട്ടും ഇതിനെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നാണ്, വേറെ പോയി മേടിച്ച് വെക്കേണ്ട. ഇതൊക്കെയുള്ള ആളുകൾ ഈ സാധനം കൊൽക്കത്തയിൽ നിന്ന് പലരും പ്ലാന്റ് കൊണ്ടുപോയിട്ട് ഇവിടെ ക്യൂജായ് അല്ലെങ്കിൽ ക്യോജായ് എന്നുള്ളൊരു പേര് അതിനുണ്ട്. അതുകൊണ്ട് ഇത് കൊൽക്കത്തയിൽ ക്യൂജായ് ആയി. ഈ ക്യൂജായ് മാങ്ങ സൂപ്പർ ക്യൂൻ മേടിച്ച് വെച്ച ആളുകൾ തന്നെ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ക്യൂജായ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുക, നമ്മുടെ ബീട്രൂട്ട് പോലെ അത്രയും പർപ്പിൾ കളറുള്ള വയലറ്റ് കളറുള്ള മാങ്ങയുടെ ടാഗൊക്കെ വിട്ടിട്ട് മാങ്ങ വിൽക്കുന്ന നഴ്സറിക്കാരെ ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതൊന്നുമല്ല, ഇതൊക്കെ കൊണ്ടുപോയിട്ട് നാളെ ഇത് ഒരു ആളുകൾക്ക് ഇത് കായ്ക്കും. കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ ക്യൂൻ വെച്ചവൻ തന്നെ ആവും ഈ കളർ കണ്ടിട്ട് ക്യൂജായി മേടിച്ച് വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവരത്രയും പണം മാത്രമല്ല, അത്രയും സമയത്ത് അധ്വാനം, സ്പേസ്, ഇതൊക്കെയാണ് പോകുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതിന് വ്യത്യസ്ത പേരുകളുണ്ട്, ഏതെങ്കിലും ഒരു പേരിൽ മേടിച്ച് വയ്ക്കാം. പിന്നെ അടുത്തത് ഗോലക് മാംഗോ. ഗോലക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ സിംഗപ്പൂർ വരിക്ക, വെള്ളരി മാങ്ങ എന്നൊക്കെ പേരിലാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് പേരുകൾ സെഡാർബേ മാംഗോ, റബാവുൽ മാംഗോ, ന്യൂഗിനിയ ലോങ്,
അതുപോലെ തന്നെ ഫൂഫാറ്റ് മാംഗോ, ഈഗിൾ ബീക്ക് മാംഗോ. ഈഗിൾ മാംഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ കഴുകൻ്റെ കൊക്ക് മാതിരിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത മാങ്ങയാണ്. ചിലത് വളഞ്ഞിട്ടാകാം, ചിലത് അതൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ലേശം ഉടയും. നിങ്ങൾ ആലപ്പുഴ കൊല്ലം മേഖലയിലൊക്കെ ആളുകളൊക്കെ പലരും കഴിച്ചിട്ടുണ്ടാവും. അതും പോളിയംബ്രിയോണിക്കാണ്. ഒരുപാട് കാലം മുന്നേ നമ്മുടെ നാട്ടിൽ സിംഗപ്പൂരിലും മലേഷ്യയിലൊക്കെ ജോലിക്ക് പോയ ആളുകൾ അതിൻ്റെ മാങ്ങ കൊണ്ടുകൊണ്ട് സീഡിട്ട് മുളച്ചിട്ട് പല സ്ഥലത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയാത്തതാണ്. ഗോലക്ക് നമ്മുടെ നാട്ടിൽ ഏതോ കാലം ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഗോലക്ക് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത് നമ്മളൊക്കെ മുന്നാണ്. അപ്പോൾ ഗോലക്കിൻ്റെ മറ്റ് പേരുകളാണിത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് ഫാസ്റ്റാക്കാം. അടുത്തത് ഹോങ് ഗൂഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഫി മാംഗോ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതിൻ്റെ മറ്റു പേരാണ് റെഡ് ഗോൾഡ് ഡ്രാഗൺ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോങ് തന്നെ റെഡ്, ഗൂഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് പുരാണങ്ങളിലെ ഒരു ഡ്രാഗണിൻ്റെ പേരാണ് ഗൂഫി. നിങ്ങൾ കേട്ടിട്ടുണ്ട് സീഷി. ഇതൊക്കെ ചൈനീസ് മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പേരാണ്. സീഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൈനീസ് പുരാണങ്ങളിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ പേരാണ്, ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ആ മാങ്ങയുടെ ബ്യൂട്ടി കൊണ്ടിട്ട പേരാണ് അതിന് സീഷി. ഓരോ പേരിന് പിന്നിലുണ്ട്. ഇപ്പം ഞാൻ മുകളിൽ പറഞ്ഞു ജിങ്ഹുവാങ്, സൂപ്പർ കിങ്ങിൻ്റെ പേര് ജിങ്ഹുവാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രീഡറെ പേരാണ്. അത് അതിൻ്റെ കൂടുതൽ പറയാൻ മതി. നമ്മുടെ കീത്തും പിന്നെ ഐവറി കൂടി ക്രോസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് അതിൽ ഐവറി ഉണ്ടായതുകൊണ്ടാണ് മറ്റേ ചില സ്ഥലത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അതിന് ഒരു റെഡ് ബ്ലഷൊക്കെ വരും. അതുപോലെ യെല്ലോ വിത്ത് റെഡ് ബ്ലഷാണ്. നിങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ സൂപ്പർ ക്യൂൻ മാംഗോ കട്ട് ചെയ്യുന്നതിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണമൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെക്കാട്ടി കൂടുതൽ കളർ കിട്ടും. അത് സൺലൈറ്റിനൊക്കെ അനുസരിച്ച് അതിന് കളർ കിട്ടും. അതിന് ഒരു പേരൻ്റ് കളർ ഉള്ളതാണത്, മനസ്സിലാക്കിയാൽ മതി. നേരെ ബനാന മാംഗോയുടെ പറഞ്ഞു, ബനാന മാംഗോ കളർ കൊടുക്കുന്നത് അതിൽ സൺസെറ്റ് മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു പേരൻ്റാണ്. അപ്പോൾ മാതൃ അല്ലെങ്കിൽ പിതൃഗുണം മാങ്ങൾ കാണിക്കും. ഇതും ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ജിങ്ഹുവാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന മാങ്ങ. ഇത് നമ്മൾ സൂപ്പർ ക്യൂൻ പച്ചയ്ക്കും കഴിക്കാൻ പറ്റും, പച്ചയ്ക്കും മധുരമാണ്. അപ്പോൾ പറയുമ്പോൾ അതിന് കൊടുത്ത് വന്നു കേട്ടോ. അപ്പം ഹോങ് ഗൂഫി എന്ന് പറഞ്ഞിട്ടുണ്ട് റെഡ് ഗോൾഡ് ഡ്രാഗൺ. അടുത്തത് നമ്മളെ അങ്കൂർ മാംഗോ നമ്മുടെ നാട്ടിലൊക്കെ പോളിയംബ്രിയോണിക്കാണ്, പല സ്ഥലത്തും ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് ക്യോ കമിൻ. ഇവിടെ യു എയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ലൊരു മാങ്ങയാണ്. അത്യാവശ്യം ഫ്ലേവറൊക്കെ ഉള്ള, കാണാനും നല്ല ഭംഗിയുള്ള, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു മാങ്ങ ക്യോ കമിൻ. അതിന് നമ്മുടെ നാട്ടിലെ പോലെ അങ്കൂർ മാംഗോ എന്നുള്ള പേരിലാണ് അത്. അങ്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മ്യാൻമാർ എന്നുള്ള വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നിട്ടോ. അവിടുത്തെ ഒരു ഫേമസ് ക്ഷേത്രത്തിൻ്റെ പേരാണ്, നിങ്ങൾക്ക് കേട്ട് അങ്കൂർ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതാണ് അങ്കൂർ മാംഗോ. പിന്നെ നമ്മുടെ മിയാസാക്കിയുടെ മറ്റു പേരാണ് ഇർവിൻ, ഐവൻ, എഗോസൺ, പിന്നെ തൗനിയോ ടൊമാറ്റോ. പിന്നെ ഇത് തന്നെ വേറൊരു പേരിൽ വേറെ പ്ലാന്റായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം വരും. ബംഗ്ലാദേശിലൊക്കെ വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കായ് ഫിറാർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇർവിൻ അല്ലെങ്കിൽ മിയാസാക്കിയുടെ ഒരു വേറെ പേര് തന്നെയാണ്. അത് മറ്റൊരു മാങ്ങയല്ല. ആ തൈനി വേറെ ആരും മേടിച്ച് വെക്കാതിരിക്കുക. പിന്നെ ഇർവിനും മിയാസാക്കിയും വ്യത്യസ്തമാണോ? അല്ല, ഇതും വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന ആളുകളുണ്ട്. മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജപ്പാനിലെ ഒരു പ്രോവിൻസിൻ്റെ ഒരു പേരാണ്. പ്രോവിൻസോ ഉള്ള സ്ഥലത്തിൻ്റെ എന്താണ്, അവിടെ നാച്ചുറലി മാങ്ങ കായ്ക്കില്ല. അപ്പോൾ മാങ്ങ കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ അറ്റ്മോസ്ഫിയറിൽ സ്പെഷ്യൽ കെയർ കൊടുത്ത് കായ്പ്പിച്ചെടുക്കുന്ന മാങ്ങ അവിടെ ഗിഫ്റ്റിങ്ങിനായിട്ട് ഒരു തവണ കൊടുത്ത സമയത്ത് അത് 2 ലക്ഷം രൂപ വരെ ഓപ്ഷനിൽ പോയിട്ടുണ്ട്. അതാണ് മിയാസാക്കി പപ്പായകളുണ്ട്. മിയാസാക്കി മാങ്ങ ഇവിടെ യു എയിൽ അവൈലബിൾ ആണ്. ഫ്രം ജപ്പാൻ, തൗനിയോ ടൊമാറ്റോ എന്നുള്ള ടാഗിലുള്ള അതേ സെയിം സാധനം. 2 മാങ്ങ ഉള്ളൊരു ബോക്സിന് 614 ദിർഹംസ് ഉണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പിയിൽ 14,000-15,000 രൂപയുടെ താഴെയാണ് അത് വരിക. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഒന്നുമില്ല. നാടിഷ്ടം പോലെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതോ കാലം മുതൽ തന്നെ കായ്ച്ചിട്ടുമുണ്ട്. ഈ തള്ളി മറക്കലുകൊണ്ടാണ്. അത്യാവശ്യം നല്ലൊരു മാങ്ങ തന്നെയാണ്. അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ ഉള്ള, നല്ല ഫ്ലേവറില്ല, നല്ല സ്മെല്ലുള്ള ഒരു മീഡിയം ഫ്ലേവറുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങയാണ്. പക്ഷേ ഈ 2 ലക്ഷം രൂപയുടെ മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ എക്സ്പെക്റ്റേഷൻ കൂടും. തള്ളി മറക്കലാണ് പലരും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും അത് കായ്ച്ചിട്ട് അത്രയ്ക്കൊരു അത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നല്ലൊരു മാങ്ങയാണ്. പല ഹൈബ്രിഡ് വെറൈറ്റികളുടെയും പേരൻ്റാണ്. ഓക്കെ, അപ്പം അതാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളത്. വീഡിയോ ലേശം ലെങ്തി ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം.
എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അവരോട് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ 10, 46, 45 വർഷമൊക്കെ ഇതിന് ചെയ്യുന്ന ആളുകളായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്നെല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. നഴ്സറിക്കാരൻ ആരും കുറ്റം പറയില്ല കേട്ടോ. നഴ്സറിക്കാർ കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്ലാൻസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഒരേ സാധനം തന്നെ അവർക്കും പല കാര്യങ്ങളൊന്നും അറിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇന്ന് പലരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പലരും ചിലപ്പോൾ അവർ കൊൽക്കത്തയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾസെയിൽ നഴ്സറിയിൽ നിന്നൊക്കെ ഇത് എടുത്ത് കൊണ്ടുവരും. വ്യത്യസ്ത പേരുകളാണ്, അത് അവർ ആ പേര് വിൽക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പറ്റിക്കപ്പെടില്ല. അപ്പം ഇവരൊന്നത് പർപ്പസ്ഫുള്ളി പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അപ്പം നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ആ പറ്റിക്കപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒരേ സാധനം തന്നെ വ്യത്യസ്ത പേരുകളിൽ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ലേശം ലെങ്തി ആയിട്ടുണ്ട്, ഒരു റെഫറൻസിന് വേണ്ടി ചെയ്തതാണ്. അപ്പം താല്പര്യമുള്ളവരൊക്കെ കാണുക. ഗുഡ് ഡേ ഗൈസ്. ഓക്കെ, ബൈ.